നമസ്കാരം. നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാനഡയിലെ ഒന്റാരിയോയിൽ പ്രശസ്ത ഫുഡ് ചെയിൻ ബ്രാൻഡായ KFC ഒരു വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അവരുടെ ഒന്റാരിയോ ആ ഒരു മേഖലയിലെ KFC ഔട്ട്ലെറ്റുകളിൽ ഇനി മുതൽ ഹലാൽ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന ഒരു തീരുമാനം. അതിന്റെ ഭാഗമായി അവിടുത്തെ ഔട്ട്ലെറ്റുകളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന പന്നി മാംസവുമായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ നീക്കം ചെയ്തു. ഇതിനെതിരെ ഈ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് അവിടുത്തെ ഹൈന്ദവ സിഖ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ്, ഒരു പ്രതിഷേധമാണ് ഉടലെടുത്തത്. മാത്രമല്ല, ഈ കാനഡയിലെ അവരുടെ KFC ടീമിലെ മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആ ടീം മെമ്പേഴ്സ് അവരുടെ ഒരു സേവനം കൂടി ഈ തരത്തിലുള്ള ഒരു നിർദ്ദേശം നടപ്പാക്കുവാൻ വേണ്ടി അവർ പ്രയോജനപ്പെടുത്തും എന്ന തരത്തിലുള്ള നിർദ്ദേശമൊക്കെ KFCയുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. ഈ ഹലാൽ ഒരു മതവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പാരലൽ എക്കണോമി. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകവ്യാപകമായി ഈ ഹലാലുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏകദേശം $2 ട്രില്യൺ ഇന്ത്യയെ പോലുള്ള ഒരു സെക്കുലർ രാജ്യത്ത് ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഈ ഹലാൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമാന്തര എക്കണോമി വളർന്നു വരുന്നത് ഇന്ത്യയുടെ ഒരു മതേതര സങ്കല്പത്തിന് ഭൂഷണമാണോ? ഒപ്പം തന്നെ നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ഹലാൽ സംസ്കാരം ഈ അടുത്ത നാളുകളിൽ മാത്രം, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഹലാൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഈ ഹലാൽ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലൂടെ തന്നെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നതിനെ പറ്റി ഒരു ചോയ്സ് ഇല്ലാത്ത തരത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നു. അത് ഒരു മതേതര രാജ്യത്തിന് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ ഹലാൽ എക്കണോമി അത് സൃഷ്ടിക്കുന്ന ഒരു അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ട, അതിന്റെ പിന്നിലെ ഒരു ഗൂഢ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ഈ കാനഡയിലെ ഈ ഒന്റാരിയോയിലെ ഒരു സിറ്റുവേഷൻ, അവിടെ എന്തുകൊണ്ടാണ് ഈ KFC ഔട്ട്ലെറ്റുകളിൽ ഹലാൽ ഭക്ഷണം വിളമ്പാൻ അവർ തീരുമാനമെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്റാരിയോ ആ ഒരു പ്രവിശ്യ ഒരു മുസ്ലിം ഒരു ഭൂരിപക്ഷത്തിലേക്ക് പയ്യെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് KFC ഔട്ട്ലെറ്റുകളിൽ ഈ ഹലാൽ ഭക്ഷണം വിളമ്പുക എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. നമ്മുടെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഹലാൽ ഭക്ഷണം തീർച്ചയായിട്ടും മുസ്ലിം മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസ പ്രകാരം ആയിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാൻ, അത് ഫോളോ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിക്കുണ്ട്. പക്ഷേ നമ്മുടെ ഒരു വിഷയം അതല്ല. അതായത് ഒരു മതവിഭാഗത്തിന് അനുവദനീയമായിട്ടുള്ളത് മാത്രമേ ഇതര മതവിഭാഗങ്ങൾക്ക് അനുവദനീയം ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് ഹറാമായിട്ടുള്ളത് അല്ലെങ്കിൽ അനുവദനീയം അല്ലാത്തത് ഇതര മതവിഭാഗങ്ങൾക്കും അനുവദനീയം അല്ല എന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഈ ഒരു ഹലാൽ സംസ്കാരം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ആസ്പെക്ട്, അതായത് ഈ മാംസ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹലാൽ സംസ്കാരം ചെറിയ രീതിയിൽ തന്നെ ആദ്യ കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ടുള്ളൂ നമ്മൾ ഈ ഹലാൽ ബോർഡുകൾ അല്ലെങ്കിൽ ഹലാൽ സംസ്കാരം അല്ലെങ്കിൽ ഹലാൽ ബിസിനസ്, ഹലാൽ ഹോട്ടലുകൾ എന്ന കാര്യങ്ങൾ അതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ കേട്ടു തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു മതപരമായിട്ടുള്ള കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാരലൽ ഒരു എക്കണോമി. അപ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര മതവിഭാഗങ്ങൾക്ക് ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്നു. അതായത് അവരൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നമ്മൾ റോട്ടിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹലാൽ ബോർഡില്ലാത്ത ഹോട്ടലുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ ചുരുക്കം ചില ഹോട്ടലുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്നു. അപ്പോൾ മുസ്ലിം മതവിഭാഗത്തിന് അനുവദനീയമായിട്ടുള്ള ഹലാൽ ഭക്ഷണം ഇതര മതവിഭാഗങ്ങളും കഴിക്കണം എന്ന രീതിയിലേക്ക് ഒരു ചോയ്സ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മാംസ കച്ചവടവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ ഹലാൽ ഇന്ന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിന് ഒട്ടും തന്നെ അതിശയോക്തിയില്ല. ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു ഹലാൽ സംസ്കാരം മാറിയിട്ടുണ്ട്. ഹലാൽ ഫ്ലാറ്റ്, ഹലാൽ ആശുപത്രി, ഹലാൽ കോസ്മെറ്റിക്സ്, ഒപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന പല കാര്യങ്ങളിലും ഈ ഹലാൽ സംസ്കാരം കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റിലാണ് അതിന്റെ ഒരു പ്രശ്നം പറയുന്നത്. ഒന്ന്, ഇതിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ.
ഈ ഹലാൽ എന്താണ്, ഈ ഹലാൽ തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു മാംസം എങ്ങനെയാണ് അറക്കുന്നത്, എനിക്കൊന്ന് ജോജി കൂടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. രണ്ട്, ഈ ഹലാൽ സംസ്കാരം വളരെ വലിയ രീതിയിൽ ഒരു സമൂഹത്തിൽ ആഴ്ന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു തൊഴിലവസരങ്ങളിലെ എത്രത്തോളം അത് ഗുരുതരമായി ബാധിക്കും, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ എത്രത്തോളം അത് കുറയ്ക്കും എന്ന കാര്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ ജോജി, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാൻ, ഫോളോ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. അതൊരു തരത്തിലും ഹനിക്കപ്പെടരുത്. അത് മുസ്ലിമിന്റെ ആയിക്കോട്ടെ, ഹൈന്ദവന്റെ ആയിക്കോട്ടെ, ക്രൈസ്തവന്റെ ആയിക്കോട്ടെ. അത് പക്ഷേ അവരുടെ മതപരമായ ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ്, അത് ഫുഡ്, ഭക്ഷണം, അല്ലെങ്കിൽ പാർപ്പിടം, ഹോസ്പിറ്റൽ സർവീസസ്, അതിലൂടെ അല്ലെങ്കിൽ അതിലേക്ക് ഇത്തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു അജണ്ട കുത്തി നിറയ്ക്കപ്പെടുമ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ വേറൊരു ഫോമിലുള്ള ഒരു അധിനിവേശത്തിന്റെ ചില സൂചകങ്ങളല്ലേ, അല്ലെങ്കിൽ ചില ശ്രമങ്ങൾ അല്ലേ ഇതിലൂടെ ഇവർ നടത്തുന്നത്? അല്ലെങ്കിൽ തങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മറ്റുള്ളവരും ചെയ്യണം, തങ്ങൾ എന്താണോ ചെയ്യാത്തത് അത് തന്നെ മറ്റുള്ളവരും ചെയ്യരുത് എന്ന തരത്തിൽ, അത് തന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അധിനിവേശം എന്നൊക്കെ നാം പറയുന്നത്? ഇവിടെ ജോർജി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ഒരു ഹലാൽ സംസ്കാരം നമ്മളങ്ങനെ വ്യാപകമായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തിലും അല്ലെ ഇന്ത്യയിലൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷം, കഷ്ടി 15 വർഷമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 10-12 വർഷമായിട്ടുള്ള ഇതിൻ്റെ ഒരു വളരെ എന്നാ പറയുക, വളരെ വർദ്ധിച്ച രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഈ വഖഫ് ബോർഡിനെ കുറിച്ച് കണ്ടു, അങ്ങനെ മറ്റു പല പല എലമെന്റ്സ് എടുത്തു നോക്കുമ്പോൾ ഇതൊരു അധിനിവേശത്തിനുള്ള ഒരു വലിയ ഒരു ഉപകരണമാണ് ഇവരുടെ കയ്യിൽ. കാരണം ഞാൻ പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഒൻറ്റാരിയോയിൽ കണ്ട് കാനഡയെ മനസ്സിലാക്കണം. കാനഡ ഒരു ക്രിസ്ത്യൻ മജോറിറ്റി കൺട്രിയാണ് ശരിക്കും. അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പഞ്ചാബികളാണ്. ഇന്ന് ഈ പഞ്ചാബികൾക്കോ ഹൈന്ദവർക്കോ മറ്റ് വേറൊരു യാതൊരു മതവിഭാഗത്തിനും ഇല്ലാത്ത ഒരു പ്രിവിലേജ് എന്നല്ല പറയേണ്ടത്, ശരിക്കും ഇവരുടെ എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ഒരു വലിയൊരു അധിനിവേശം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒൻറ്റാരിയോ പോലുള്ള പ്രദേശത്തെ KFC പോലുള്ള ഒരു വളരെ പ്രോമിനന്റ് ആയ ഒരു ഫുഡ് കമ്പനി, മനസ്സിലാക്കണം. അപ്പൊ അവരുടെ വരെ പ്രൊഡക്റ്റ് ഹലാലിലേക്ക് മാറ്റുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഹലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം അതിന്റെ ഒരു പൊതുവെ മീനിങ് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തത്, കഴിക്കാൻ കഴിയുന്നത്. അതെ, പക്ഷെ ആർക്കാണ് അനുവദനീയം? അതാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും നമുക്കിപ്പോൾ ഈ ഹലാൽ ഫുഡ് മുസ്ലിങ്ങൾ സഹോദരന്മാർ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. അവർ ഉറപ്പായിട്ടും അവരുടെ മതവിശ്വാസത്തെ പരിരക്ഷിച്ച് അവർ അത് തന്നെ കഴിക്കണം. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് മനസ്സിലാക്കണം, ഇന്ത്യ പോലുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ തിങ്ങി പാർക്കുന്നുണ്ട്, കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, പഞ്ചാബികളുണ്ട്, അതുപോലെ ജൈനമതക്കാരുണ്ട്, ബുദ്ധമത എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവരുടെ ഈ ഭക്ഷണ സാധനം തന്നെ മറ്റുള്ളവരെല്ലാം കഴിക്കുന്ന ഒരവസ്ഥ അവർ സംജാതമാക്കുന്ന ഒരു പ്രത്യേകമായ പ്രോഗ്രാമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ പറയുന്നത് ഇവിടെ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ അവരുടെ മജോറിറ്റി ഏരിയ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തൊക്കെയാണ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ഇപ്പം മലപ്പുറത്ത് ചില പ്രത്യേകപ്പെട്ട അവരുടെ നോയമ്പൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ മറ്റൊരു ഫുഡ് പോലും കിട്ടാനില്ല. അതൊക്കെ ഒരു ഭയങ്കര സിവിയറായ അവസ്ഥ, അവർ കിടക്കട്ടെ. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത് ഒരു 10-12 വർഷത്തോളം നമ്മളൊരു മെയിൻ ഹൈവേയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഈ മധ്യ കേരളത്തിൽ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതൊരു ഭാഗത്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞ മലബാറിന്റെ കാര്യമല്ല, മലബാറിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മധ്യ കേരളത്തിലൂടെ നമ്മൾ തിരുവനന്തപുരത്ത് ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജോർജി വളരെ കൃത്യമായ കാര്യമാണ്, ഹലാലല്ലാതെ മറ്റു ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 96% ഹലാൽ ഫുഡിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ആ രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അനുവദനീയം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പല ഹലാൽ സർട്ടിഫൈഡ് കമ്പനീസ് അല്ലെങ്കിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അവർ പറയുന്ന കുറച്ചുകൂടി ഡിമാൻഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഈ നമ്മളൊരു മൃഗത്തിന്റെ ഒരു ഇറച്ചിക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഹലാലായി മാറണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്, അതിൽ ഞാൻ പെട്ടെന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ പോയിന്റാണ്. ഒന്നാമത്തെ ഏറ്റവും മെയിനായ പോയിന്റ് എന്താ അറിയാവോ? ഏറ്റവും മെയിനായ പോയിന്റ്, ഇത് കട്ട് ചെയ്യുന്ന ഒരാള് ഒരു സ്ഥിരബുദ്ധിയുള്ള ഒരു മുസ്ലിം ആയിരിക്കണം, മറ്റാർക്കും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെയാണ് ഇതിന്റെ മതപരമായ ഒരു വലിയ എലമെന്റ് വരുന്നത്. സ്ഥിരബുദ്ധിയുള്ള, ഈ സ്ഥിരബുദ്ധിയുള്ള പറയാൻ കാരണമുണ്ട്. കാരണം ഇവർ കട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ദൈവത്തിന്റെ പേര് വിളിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിനെ വല്ലാതെ ഉയർത്തി പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ അത് ഒരു നല്ല, അപ്പൊ അതൊരു മതപരമായ ചടങ്ങായി മാറി. മതത്തിന്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ പറയുന്ന ഈ ഭക്ഷണം വിളമ്പുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു പബ്ലിക് സർവീസ്
ആണ് അവിടെ നടത്തുന്നത്. അത് ഹൈന്ദവരും കഴിക്കുന്നുണ്ട്, ക്രൈസ്തവനും കഴിക്കുന്നു, മറ്റ് ഇതര മതവിഭാഗങ്ങളും കഴിക്കുന്നുണ്ട്. അവർക്കൊരു ചോയ്സ് ഇല്ലാതെ പോകുന്നു. അതാണ് നമ്മൾ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞ് ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു ഫുഡ് ഉണ്ടാക്കി അത് എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കാൻ എവിടെയും നിർബന്ധിക്കുന്നില്ല, ഹിന്ദുക്കളുമില്ല. അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കണം, മറ്റൊരു ആരാധനാമൂർത്തിക്ക് സമർപ്പിച്ച ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ആ ഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിക്കുമ്പോൾ അവരുടെ മതപരമായ വിശ്വാസത്തെ വല്ലാതെ ഗണിക്കുന്നുണ്ട്. ഹൈന്ദവന്റെ ആയിക്കോട്ടെ, സിഖിന്റെ ആയിക്കോട്ടെ, അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ മറ്റുള്ള എല്ലാവരും വരുമ്പോൾ അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു അവസ്ഥകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് എന്താ പറയുക, ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു വിഭജനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇനി മറ്റൊരു ആംഗിളോട് ഞാൻ പറയുകയാണ്, ഇതൊരു വലിയ ബിസിനസ് കൂടിയാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ അരുണ് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കായിരിക്കും. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ അവിടെ മാത്രമല്ല, നമ്മൾ ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, പറയുന്നത് പോലെ എയർ ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആയിക്കോട്ടെ, അവിടെ പോലും വിളമ്പുന്ന പല ഭക്ഷണങ്ങളും ഈ ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷണങ്ങളാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് അരുണിലേക്ക് വരാം. നമുക്കറിയാം, ഒരു സ്ഥാപനം ഈ ഒരു ഹലാൽ സർട്ടിഫൈഡ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ചില നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഈ ഒരു സ്ഥാപനത്തിന് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ അവിടുത്തെ ഭക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, അവിടുത്തെ A-Z കാര്യങ്ങൾ, അതിന്റെ പ്രൊഡക്ഷൻ മുതൽ അതിന്റെ പ്രോസസ്സിംഗ് മുതൽ അതിന്റെ ഡെലിവറി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹലാൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഇവരുടെ ശരിയ നിയമവുമായി ഒത്തുപോകുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ. ഈ ഭക്ഷണം പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണം സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഹലാൽ നിയമമൊക്കെ പാലിക്കുകയാണെങ്കിൽ അവിടെ നിശ്ചിത ശതമാനത്തിലുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യണം എന്നുണ്ട്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ, ഇപ്പൊ മലേഷ്യയിൽ ഒരു ഹലാൽ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട്. അതിന്റെ പേര് എന്ന് പറയുന്നത് ജാക്കിം ഹലാൽ സർട്ടിഫിക്കേഷൻ. അവർ പറയുന്നത് അവിടുത്തെ മുസ്ലിം എംപ്ലോയീസിന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു മുറി കൊടുക്കണം, വെള്ളിയാഴ്ചകളിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള നിസ്കാരത്തിനുള്ള ഒരു സമയം, അവർക്ക് പ്രാർത്ഥിക്കാൻ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജോർജ്, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളിൽ 1/3 മുസ്ലിം എംപ്ലോയീസ് ആയിരിക്കണം. അപ്പൊ മനസ്സിലാക്കണം, അപ്പൊ ഈ നമ്പർ കൂടുന്നതനുസരിച്ച് ഇവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും അങ്ങനെ മെല്ലെ മെല്ലെ ഒരു ഇസ്ലാമൈസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങനെ ഇല്ലാത്ത കമ്പനികളിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരേണ്ടി വരും. അവിടെയും അവരുടെ ആ ഒരു മതപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു വലിയ സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതിനോട് കൂടിച്ചേർത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ യൂറോപ്പിലേക്കുള്ള ആദ്യ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കുടിയേറ്റത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ അധിനിവേശം അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിലുള്ള കുടിയേറ്റം വളരെ വ്യാപകമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഈ ഹലാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ഈ തൊഴിലിനും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് ചീപ്പ് ലേബർ എന്നൊരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്നും ചിലരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അവരവിടെ സ്ഥിരതാമസമാക്കുന്നു, അവരെ തദ്ദേശ ജനതയ്ക്ക് ഇഷ്ടപ്പെടുന്നു. തുടർന്ന് അടുത്തൊരു ഡിമാൻഡ് വരുന്നുണ്ട്, അതായത് തങ്ങൾക്ക് ഈ മാംസം ഭക്ഷിക്കണമെങ്കിൽ അത് ഹലാലായിരിക്കണം. ആ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു ചരിത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഹലാൽ സംസ്കാരം ഒന്നും യൂറോപ്പിലൊന്നും അധികം വ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹലാൽ രീതിയിലുള്ള ഒരു മാംസം അവർക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജോജി സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അറുത്തിട്ടുള്ള ഒരു മാംസം മാത്രമേ അവിടെ അവർക്ക് കഴിക്കാൻ പാടുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് ഈ കശാപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കായി നിരവധി പേരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ വരുന്നു. അത്തരത്തില് സ്ലോലി അവിടേക്ക് വലിയ രീതിയിലുള്ള ഒരു കുടിയേറ്റം വ്യാപിക്കുന്നു. പിന്നെ പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യെസ് അരുൺ, നമ്മൾ ഈ ഹലാലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിൽ ഈ ഹലാല് ഈ പറയുന്ന ഇതര മതവിഭാഗങ്ങളിലേക്ക് ഒരു ശരിയ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? രണ്ടാമത്തെ ഒരു ചോദ്യം, നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാര്യം, ഈ ഹലാൽ സംസ്കാരം ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല, ഒരു മതേതര രാജ്യമാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ കാര്യം നമ്മൾ എടുക്കുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു മതേതര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു ബിസിനസ് മേഖലയിൽ ഇത് സൃഷ്ടിക്കുന്ന ഒരു ഭവിഷ്യത്ത് എന്തൊക്കെയായിരിക്കും? ജോർജ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇവിടെ ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് ഈ ഹലാലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാവുകയും സംഘപരിവാറും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ആ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പോലും ഇടപെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടത് തുപ്പിയത്, ഊതിയത്, അതല്ലെങ്കിൽ ചവച്ചത്, ചപ്പിയത്, ഇങ്ങനെയുള്ള പല വീഡിയോകൾ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയുണ്ടായി. അപ്പൊ അത് പൊറോട്ട ഉണ്ടാക്കുന്നിടത്തായിക്കോട്ടെ, ചപ്പാത്തി ഉണ്ടാക്കുന്നിടത്തായിക്കോട്ടെ, ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നിടത്തായിക്കോട്ടെ, ഈ മിനറൽ വാട്ടർ ഫില്ല് ചെയ്യുന്നിടത്തായിക്കൊള്ളട്ടെ, ഈ ബിരിയാണി ഉണ്ടാക്കുന്നിടത്തായിക്കൊള്ളട്ടെ, എല്ലായിടത്തും നമുക്ക് കാണാൻ പല വീഡിയോകളായിട്ട് ഇങ്ങനെ പ്രചരിക്കുകയുണ്ടായി. അപ്പൊ ഈ വീഡിയോകളെല്ലാം പ്രചരിപ്പിച്ചപ്പോൾ ഇതെല്ലാം ഒരു സംഘപരിവാറിന്റെ അജണ്ടയാണ്,
അപ്പൊ ആ രീതിയിലൊക്കെ ഒരുപാട് തർക്കങ്ങൾ വന്നു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു ഹലാൽ എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ കൊള്ളാവുന്നത്. കേരളം പോലെയുള്ള ഒരു നാട്ടിൽ, ഇത്രയും സാക്ഷരതയുള്ള ഒരു നാട്ടില് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. അതിന്റെ അർത്ഥം ബാക്കിയുള്ളതെല്ലാം കഴിക്കാൻ കൊള്ളാത്തതാണോ എന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്, അതോ യഥാർത്ഥത്തിൽ എന്താണ് ഹലാൽ എന്ന് മുഖ്യമന്ത്രി മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഹലാൽ എന്താണെന്ന് കൃത്യമായിട്ട് മുസ്ലിമുകൾക്ക് അറിയാം. ഇപ്പോൾ ഒരുവിധം കേരളത്തിലെ എല്ലാ മതസ്ഥർക്കും ഇത് അറിയാം. ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം മതവിഭാഗത്തിന് അനുവദനീയമായ ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് അവരുടെ ദൈവത്തിന്റെ നാമത്തിൽ അവർ അത് അറക്കുന്നു. മാംസമാണെങ്കിൽ അവർ അത് അറക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പാലിക്കേണ്ടതായ ചില നിയമങ്ങളും കാബയിലേക്ക് ഈ മൃഗത്തെ തിരിച്ചു നിർത്തുന്ന കാര്യങ്ങളും, ഇങ്ങനെയെല്ലാം മതപരമായ എലമെന്റ് ആണ് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ മതപരമായ എലമെന്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മതപരമായ എലമെന്റ് മുന്നിട്ട് നിൽക്കുന്ന വിഷയത്തിൽ മറ്റു മതസ്ഥർക്ക് എങ്ങനെയാണ് അവർ നിലപാട് സ്വീകരിക്കേണ്ടത്? അവർക്ക് നിലപാട് സ്വീകരിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലും, അതുപോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ആയിക്കോട്ടെ ലോക രാജ്യങ്ങളിലായിക്കോട്ടെ കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം മതവിശ്വാസ പ്രകാരം അവർക്ക് പോർക്ക് ഭക്ഷിക്കാൻ പാടില്ല. അവർക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ദേവനെ അർപ്പിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് അതേപടി അവർ പാലിക്കുന്നു. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദനീയമല്ലാത്ത മറ്റൊരു ആരാധനാമൂർത്തിയുടെ പേരിൽ കൃത്യമായിട്ട് ആ പേരിൽ അറക്കുന്ന ഒരു മാംസം ഭക്ഷിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണം അവർ കഴിക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ പലരും ചോദിച്ചേക്കാം, നിങ്ങൾ എന്തിന് ഈ ഭക്ഷണം കഴിക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ളതോ അതല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനയൊന്നും ചൊല്ലാത്ത ഭക്ഷണം നിങ്ങൾക്ക് കഴിച്ചുകൂടെ? ഞങ്ങളല്ല ഇത് ചെയ്യുന്നത്. ഇത് ചില ബിസിനസ് ട്രിക്കുകളാണ്, ബിസിനസ് തന്ത്രങ്ങളാണ്. ഇവിടെ അക്ഷയ തൃതീയ പോലെയുള്ള ചില കാര്യങ്ങൾ അതെല്ലാം ബിസിനസ് തന്ത്രമാണ്. അതുപോലെയുള്ള ബിസിനസ് തന്ത്രമാണിത്. ഈ ബിസിനസ് തന്ത്രത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണ്ട. ഇത് ഞങ്ങളുടെ മതപരമായ കാര്യം, ഇത് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണം, അത് ഞങ്ങൾ കഴിച്ചോളാം. നിങ്ങൾ കഴിക്കേണ്ട, നിങ്ങൾ പുറത്തുനിന്നുള്ള വേറെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചോളൂ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നവുമില്ല. പിന്നെ എന്തിന് ഇത്രയും വിവാദം ഉണ്ടാക്കണം? ഇത് സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ തീവ്ര അജണ്ടയാണെന്നാണ് ഇതിനെക്കുറിച്ച് വാദിക്കുന്നവർ പറയുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും ഹലാൽ ബോർഡുകൾ വന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയിലൊക്കെ പലപ്പോഴും ഹോട്ടൽ നടത്തുന്ന മറ്റു മതവിശ്വാസികൾ, ക്രൈസ്തവരും ഹൈന്ദവരുമായ മതവിശ്വാസികൾ, അവർ അനുഭവിച്ചിട്ടുള്ള ചില ട്രാപ്പുകളുണ്ട്. ഈ ട്രാപ്പുകളിലൂടെയാണ് ഹലാൽ വൽക്കരണം കേരളത്തിൽ നടന്നത്. ഇവർ കൂട്ടമായി വന്ന് ഭക്ഷണം ഓർഡർ ചെയ്യും. ഈ ഭക്ഷണം ഓർഡർ ചെയ്ത് ഭക്ഷണമെല്ലാം വിളമ്പി കഴിയുമ്പോൾ ചോദിക്കും, ഇത് ഹലാലാണോ? അയ്യോ, ഹലാൽ അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. ഇത് കാണുന്നതോടുകൂടി തൊട്ടപ്പുറത്തുള്ള മറ്റ് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ സംശയിക്കുകയും ഇവരുടെ ഭക്ഷണത്തിന് എന്തോ കുഴപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ തയ്യാറാക്കിയ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയിട്ടും പോകുന്നു. ഇങ്ങനെ പല സ്ഥലത്ത് പല തവണ ഇവർ ഇത് ആവർത്തിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ഈ ഹലാൽ ബോർഡ്, സർട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഒരു പക്ഷെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഈ ഹലാൽ ബോർഡ് വെച്ചില്ലെങ്കിൽ ഇവിടെ ബിസിനസ് നടക്കില്ല എന്നൊരു അവസ്ഥയിൽ, അതായത് തങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകും, തങ്ങൾ വഴിയാധാരമാകും എന്ന അവസ്ഥ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ വെച്ച ബോർഡുകളാണ് ഈ ഹലാൽ ബോർഡുകൾ. അതല്ലാതെ ഇവരാരും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ച ബോർഡേ അല്ല. അതായത് ഒരു വിഭാഗം അല്ലെങ്കിൽ ആ കാലത്തൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ വളരെ സജീവമായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് കേരളത്തിൽ ഹലാൽ വൽക്കരണം നടന്നു. ഈ ഹലാൽ വൽക്കരണം നടന്നതോടുകൂടി എന്താണ് സംഭവിച്ചത്? അതാണ് ഇതിന്റെ രണ്ടാം ഘട്ടം. ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം, അതായത് ഒരു മുസ്ലിം അറുത്ത ഭക്ഷണം മാത്രമേ ഇവർ കഴിക്കൂ, ആ മുസ്ലിം ഇവരുടെ പ്രാർത്ഥന ചൊല്ലിയാലേ ഇവർ കഴിക്കൂ, അതുപോലെ തന്നെ അവിടെ എത്ര സ്റ്റാഫ് മുസ്ലിം വേണം, ഇതൊക്കെ പോട്ടെ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിൽക്കുന്നു. അതായത് ഒന്നുകിൽ മാംസാഹാരം വിൽക്കുന്ന ആ വിപണി മാത്രമാണ് ഇത് ബാധിക്കാന്ന് വിചാരിക്കും. പക്ഷെ അവിടെയും ഇത് നിന്നില്ല. ഇപ്പോ നമുക്ക് കിട്ടുന്ന ഏത് പ്രൊഡക്റ്റും ഹലാലായിരിക്കണം. എന്താണ് ഹലാൽ? എങ്ങനെയാണ് ഇവർ ഹലാലാക്കണം എന്ന് പറയുന്നത്? ഇതിന്റെ ജോർജ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ എല്ലാ പ്രോസസ്സിങ്ങിന്റെ സ്ഥലത്തും ഇവർ നിർബന്ധിക്കുകയാണ്, ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡി നിർബന്ധിക്കുകയാണ് അവിടെ എല്ലാം ഹലാലിന്റെ അവർ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം പാലിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയൽ എവിടെ ഉണ്ടാക്കപ്പെടുന്നുവോ അവിടെ നിന്ന് മുതൽ അവിടെ അവരുടെ മതപരമായ ആധിപത്യം അവർ സ്ഥാപിച്ച് ഒരു പ്രൊഡക്റ്റ് ഹലാലാക്കുന്ന ഒരാൾക്ക് തോന്നിയ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇവർ നിഷ്കർഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കൂ. അതായത് എല്ലാ മേഖലയും തങ്ങളുടെ കയ്യിലേക്ക് വരിക, ഈ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഹലാൽ വൽക്കരണം നടക്കുന്നത്. ഈ ഹലാൽ വൽക്കരണത്തിനെ നമ്മൾ എന്തിനു കൊലപിടിക്കണം? ഈ ഹലാൽ വൽക്കരണത്തിലൂടെ ആരാണ് നേട്ടം ഉണ്ടാക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ ഹലാൽ വൽക്കരണത്തിന് എന്തായാലും ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 4 ബോഡികളാണ് ഇന്ത്യയിലുള്ളത്. ഈ 4 ബോഡികളുടെ പണം, ഈ 4 ബോഡികൾക്ക് ഒരു സർട്ടിഫിക്കേഷന് ഒരു വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തേക്ക് അവർ പറയുന്ന എമൗണ്ട് 60,000 രൂപയാണ്. 3 വർഷത്തേക്ക് 60,000, ഒരു വർഷത്തേക്ക് 25,000. ഈ 3 വർഷത്തേക്ക് വാങ്ങുന്ന 60,000 രൂപ ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഹലാൽ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഈ പണം എവിടേക്ക് പോകുന്നു?
ഈ പണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പോകുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇന്ത്യ ഗവൺമെന്റിന് ലഭിക്കുന്നു. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ പണം ഇന്ത്യ രാജ്യം അത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഹലാൽ വൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം എവിടെ എത്തുന്നു? അത് കോടികളാണ്, അതിന്റെ കണക്കുകളില്ല. അത്രയും വലിയൊരു എമൗണ്ട് ഇവരുടെ മതപരമായ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് അതിന്റെ ബേസിക് തത്വം. ചില വിദേശ രാജ്യങ്ങളിലേക്ക് അടങ്ങി ഈ പണം പോകുന്നുണ്ട്. അവിടെ റാഡിക്കലൈസേഷന് വേണ്ടി പോകുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലയിടങ്ങളിലുള്ള അമേരിക്കയിൽ അടക്കമുള്ള ഹലാൽ ബോഡികൾ അവർ ഈ പണം ഉപയോഗിക്കുന്നത് ചില പർപ്പസുകളുണ്ട്. ചിലത് റാഡിക്കലൈസേഷന് വേണ്ടിയിട്ടാണ്, ചിലത് സക്കാത്ത് എന്നുള്ള പേരിൽ പോകുന്നു. ചില പണങ്ങൾ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കേസുകൾ നടത്തുന്നതിനും അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ആന്റി സയനിസ്റ്റ് മൂവ്മെന്റുകൾക്ക് വേണ്ടി, ക്രിസ്ത്യൻ വിരുദ്ധ മൂവ്മെന്റുകൾക്ക് വേണ്ടി ഈ പണം കൊടുക്കുന്ന ആര്? ഈ പണം കൊടുക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരും കൂടിയിട്ട് ഈ പണം കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചതി. ഞാൻ അതിനകത്ത് ഈ പറയുന്ന അരുൺ സൂചിപ്പിച്ച ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡ്, അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ഫീ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 3 വർഷത്തേക്ക് 60,000, അത് മാത്രമല്ല 1,500 രൂപ പെർ പ്രോഡക്റ്റ് ആണ്, പ്ലസ് GST. 1 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ആണ് 25,000. പിന്നെ ഈ ഹലാൽ ലോഗോ പ്രിന്റിങ്ങിന് 20,000 പെർ ഇയർ വരുന്നുണ്ട്. റിന്യൂവൽ ഫീ 50,000. റിന്യൂവൽ ഫീ 1 വർഷത്തേക്കാണ് 20,000. ഇനി കൺസൈൻമെന്റ് സർട്ടിഫിക്കേഷൻ ചാർജസ് എന്ന് പറഞ്ഞ് 800 പെർ കണ്ടെയ്നർ. കൺസൈൻമെന്റ് സർട്ടിഫിക്കേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 1,000 പെർ കണ്ടെയ്നർ പെർ ഷിപ്മെന്റ്. പിന്നെ ഓഡിറ്റർ എക്സ്പെൻസ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവിടെ ശരീഅത്ത് നിയമപ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നത് എന്നറിയാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ്, അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. അവർക്ക് 1,000 rupees പ്ലസ് ട്രാവൽ എക്സ്പെൻസ്, ലോഡ്ജിങ്, ബോർഡിംഗ് അറ്റ് ആക്ച്വൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എക്സ്പെൻസ് പോകുന്നു. പിന്നെ പ്രൊഫഷണൽ ഫീസ് എന്ന് പറഞ്ഞ് 25,000 പോകുന്നു. അത് എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡി, അതായത് അമേരിക്കയിലുള്ള ഇസ്ലാമിക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിൽ ഓഫ് അമേരിക്ക, ഈ മിഡിൽ ഈസ്റ്റ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡിയുടെ പല എമൗണ്ടുകളും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഹമാസ്, അൽ ഖ്വയ്ദ പോലുള്ള സംഘടനകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് 2012 പുറത്തു വന്നിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഹലാൽ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തന്ത്രത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ശരിക്കൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക്, ലാൻഡ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള പല പല കെണികളിലൂടെ ശരിക്കും ഇതൊരു ശരിയ നിയമം തന്നെ സ്ഥാപിച്ച് നമ്മൾ അറിയാതെ തന്നെ, അതായത് ശരിയ നിയമം ഒന്നും പ്രസ്താവിക്കുന്നില്ല, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ അത്തരം ഒരു നിയമത്തിന്റെ കീഴിലാക്കിക്കൊണ്ടുന്ന എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും എന്താ പറയുക അടിമത്തിലാക്കുക, അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ള വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വഖഫ് ബോർഡിൽ കണ്ടതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പൊ ഈ ഭരണഘടനയ്ക്ക് മേലെയാണ് പല പല നിയമങ്ങൾ നിൽക്കുന്നത്. സത്യമായ കാര്യമാണ്. അപ്പൊ ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ അവർ ഉടനെ ഇസ്ലാമോഫോബിയ പരത്തുന്നവരായി, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള പല പല ഓമന പേരുകളായി. ഇവിടെ മനസ്സിലാക്കണം വെച്ചാൽ ഒരിക്കലും പോർക്ക് ഹലാലായി. പോർക്ക് കാരണം വെച്ചാൽ പോർക്ക് അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ എന്താണോ അവരുടെ ഇഷ്ടം, അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ മതപ്രകാരം എന്താണോ അവർക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നത് അത് മാത്രമേ ഹലാലാവുള്ളൂ. അത് നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടമൊന്നും അവിടെ യാതൊരു വിധത്തിൽ പരിഗണനയില്ല. അപ്പം ഈ രീതിയിൽ എന്താ പറയുക, മറ്റുള്ള വിശ്വാസികളിൽ അല്ലെങ്കിൽ ഈ മറ്റു മതസ്ഥലകളിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന വലിയൊരു എമൗണ്ട് അത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അത് തീവ്രവാദമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എന്തും ആയിക്കൊള്ളട്ടെ, അത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ഉപയോഗിക്കുന്നു. അതുപോലെ പലപ്പോഴും ഈ കോടതികളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു കാര്യം വന്നാൽ ഉടനെ എന്താ ഇത്തരം റാഡിക്കൽ സംഘടനകൾ വലിയ ഫീസ് കൊടുത്ത് വലിയ വക്കീലിനെ അപ്പോയിന്റ് ചെയ്യും. എവിടുന്ന പണം കിട്ടുന്നത്? ഈ പണം ഒരിക്കലും ഇവർ സ്വന്തമല്ല, മറിച്ച് ഈ രീതിയിലൊക്കെ എടുക്കുന്ന പണങ്ങൾ അത് ഇവിടെ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഉപയോഗിക്കുന്നു. ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ എന്താ പറയുക ഒരു അപകടത്തിലേക്കാണ് നമ്മൾ ഈ രീതിയിലുള്ള ഈ ഹലാൽ സംസ്കാരത്തൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ രാജ്യങ്ങൾ നീങ്ങുന്നത്. ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹലാൽ സർട്ടിഫിക്കറ്റ് ട്രസ്റ്റാണ് ജമാഅത്തെ ഉൽമ ഈ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോഡി. അവരുടെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ അവർ ഏതൊക്കെ കേസുകളിൽ നിയമസഹായം അവർ നൽകിയിട്ടുണ്ട് ഈ പറയുന്ന ഫണ്ടിങ് ഉപയോഗിച്ച്. കൃത്യമായിട്ട് തന്നെ കേസുകളുടെ ലിസ്റ്റ് വായിക്കാൻ സമയപരിമിതി മൂലം നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ പല തീവ്രവാദ ബന്ധമുള്ള രാജ്യദ്രോഹപരമായ പല ഇൻസിഡൻസിലും ഈ പറയുന്ന അവരെ ഫണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് പല കേസുകളിലും ഇവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യെസ്, നമുക്ക് ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മുസ്ലിം മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഹലാലാണ് അവർക്ക് അനുവദനീയമെങ്കിൽ തീർച്ചയായിട്ടും അത് വിളമ്പിക്കോട്ടെ. പക്ഷെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഹലാൽ വിളമ്പുമ്പോൾ തന്നെ നോൺ ഹലാൽ ഫുഡ് കഴിക്കാനുള്ള മറ്റ് ഇതര മതസ്ഥരുടെ സ്വാതന്ത്ര്യത്തെ കൂടി ഇവിടെ മാനിക്കണം. അത് ജോർജ് ഒരിക്കലും നടക്കില്ല. കാരണം ഹലാൽ സർട്ടിഫിക്കേഷന്റെ പ്രോസസ്സ് ജോർജിക്ക് അറിയാമല്ലോ. ഹലാൽ സർട്ടിഫിക്കേഷന്റെ കേസിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഹലാൽ അല്ലെങ്കിൽ നോൺ ഹലാൽ.
അല്ലെങ്കിൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്പെൻസ് ആണ്. അതാണ്. അതായത് രണ്ടും തമ്മിൽ ഒരു വിധത്തിൽ കൂടിച്ചേരാൻ പാടില്ല. അതായത് പറഞ്ഞു വരുമ്പോൾ രണ്ട് കമ്പനി, ഒരാൾ തന്നെ രണ്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ. അതായത് ഒരാൾക്ക് എങ്ങനെ രണ്ട് പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ കൊണ്ടു നടക്കാൻ സാധിക്കും? ഒന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫിന് മറ്റൊന്നിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഹലാൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ നോൺ ഹലാലിലുള്ളവർ ഹലാലിലോ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാധിക്കില്ല. ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയുള്ളൂ, എല്ലാം ഹലാലാക്കുക. ഇവിടെ ജോർജി മനസ്സിലാക്കണം, ഈ ഹലാലിൽ പ്രവർത്തിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹലാൽ വിളമ്പുന്ന ഒരു ഭക്ഷണശാലയിൽ മറ്റുള്ള ഭക്ഷണം വിളമ്പിയാൽ ഉടനെ ആ ഹലാൽ ഹറാമായി മാറും. മനസ്സിലാക്കണം. അപ്പൊ ഈ ഹറാമും ഹലാലും ഒരിക്കലും എന്നാ പറയാ ചേർന്ന് പോവുകയില്ല. അപ്പൊ അതൊരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ജോജി പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഹറാം ആകുന്നത് അതേപോലെ തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചും ക്രൈസ്തവരുടെ അവരുടെ വിശ്വാസവും അവരുടെ വചനങ്ങളും അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരു ദൈവത്തിന് അർപ്പിച്ച ഒരു ഭക്ഷണം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഹറാമാകും. ഞാൻ ഈ ക്രിസ്ത്യാനികൾക്ക് ഈ ഹലാൽ ഫുഡ് ഹറാമായി മാറുന്ന പറയുമ്പോൾ അവരുടെ മതസംബന്ധമായ മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം, ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ശരീരമായി സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, അത് ഒരു ഗോതമ്പപ്പം എടുത്ത് അതിനുവേണ്ടി സഭ നിശ്ചയിച്ച് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത വൈദികൻ വചനം ഉച്ചരിക്കുമ്പോൾ, വൈദികന് മാത്രമായി ഉച്ചരിക്കാൻ സാധിക്കുന്ന വചനം ഉച്ചരിച്ച് കഴിയുമ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറും എന്ന് പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ഒരു വസ്തു എടുത്ത് ചില പദങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ സ്വാധീനം ഉണ്ടാവും ഉറപ്പായിട്ടും. അതൊക്കെ വിശ്വാസത്തിന്റെ രഹസ്യമാണ്. അതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. പലരും അതിനെക്കുറിച്ച് അറിയുന്നില്ല. അതെല്ലാം മതത്തിലുള്ളതാണ്. ഇപ്പൊ മന്ത്രിച്ച ചരടുകൾ നമുക്കറിയാം. ആ മന്ത്രിച്ച ചരടിന് ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നതിന് കാരണമുണ്ട്. അതുപോലെ തന്നെ മന്ത്രിച്ച് നൽകുന്ന വെള്ളമായിക്കോട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, ആ മന്ത്രത്തിന് അതിൽ തന്നെ ശക്തി ഉണ്ടെന്ന്, അത് ഏത് ശക്തിയുമായിക്കൊള്ളട്ടെ, അതിന് ശക്തി ഉണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ രീതിയിൽ ചില വാക്യങ്ങൾ ഉരുവിട്ട ഭക്ഷണസാധനങ്ങൾ ക്രൈസ്തവർ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ പരമാർത്ഥമായ കാര്യമാണ്. അപ്രകാരം അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് എന്താ പറയാ കംപ്ലൈന്റ് പറയാൻ സാധിക്കുകയില്ല. അത് സത്യമായ കാര്യമാണത്. അത് കാരണമാണ് അവർക്ക് ഈ ഒരു ഭക്ഷണം ഹറാമായി മാറുന്നത്. പലപ്പോഴും ഈ അറിവ് ക്രൈസ്തവർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അവരുടെ വിശ്വാസം പലപ്പോഴും പഠിച്ചിട്ടില്ല. മറ്റു വിശ്വാസങ്ങൾ എന്താണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രി പറയുന്നത് പോലെ കഴിക്കാൻ കൊള്ളാവുന്നത് എന്ന ഭാഷയുമായി പോയിട്ട് എന്തും പോയി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് അവരുടെ ശരീരത്തിനും ആത്മാവിനും ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും ക്രൈസ്തവരെ ബോധമുള്ളവരായിരിക്കണം. മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഹലാൽ അല്ലെങ്കിൽ നോൺ ഹലാൽ ആ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഗ്ലോബൽ വേൾഡ് ആണ്, ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ലോക രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. എക്സ്പോർട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണ് ഓരോ രാജ്യങ്ങളുടേതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് മിഡിൽ ഈസ്റ്റിൽ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹലാൽ സർട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിന് ലഭിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ഇസ്ലാമൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റ് പല നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് പോലും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു നോൺ ഹലാൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ആ വ്യക്തി ഒരു രണ്ട് കമ്പനി റൺ ചെയ്യേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. കാരണം ആ വ്യക്തിയുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം. അതുകൂടാതെ ഇവിടെയുള്ളവർക്ക് നോൺ ഹലാൽ വേണമെങ്കിലും മറ്റൊരു സംവിധാനത്തിലൂടെ അതുകൊണ്ട് അതിന്റെ ഭാരിച്ച ചെലവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ വേണ്ടാക്കി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എന്ന രീതിയിലേക്ക് ഈ ഹലാൽ സർട്ടിഫിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ കശാപ്പ് മേഖല അല്ലെങ്കിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി ഹൈന്ദവ കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെ. അവരൊക്കെ ആ മേഖലയിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാംസ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മേഖല കൃത്യമായിട്ട് തന്നെ ഒരു വിഭാഗം കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ അവിടെ നിന്നും അകറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്നത് പോലെ A to Z എല്ലാ പ്രോഡക്റ്റും ഹലാലായി കഴിയുമ്പോൾ ആ മേഖലകളിൽ നിന്നുകൂടി മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതായി പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വാർത്ത കൂടി ചൂണ്ടിക്കാണിച്ച് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്ലോബൽ മുസ്ലിം ബ്രദർഹുഡ് വാച്ച് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. 2010 ഈ ഗ്രാൻഡ് മുഫ്തി ഓഫ് ബോസ്നിയ ഈ പറയുന്ന ഇസ്ലാമാബാദ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി
ഇസ്ലാമാബാദിലെ ആ ഒരു സംഘടന ഒരുക്കിയ ഒരു സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്കാണ് പാകിസ്ഥാനിലെ ഡെയിലി മെയിൽ എന്ന് പറയുന്ന പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ദ മുസ്തഫ സെറിക് അർജ്ഡ് ദി മുസ്ലിം ഉമ്മ, ദാറ്റ് മീൻസ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ടു കോൺകർ ദി വേൾഡ് ത്രൂ ദി halal movement as the non-Muslim world has no hesitation in accepting it. Addressing a reception hosted by the Islamic Chamber of Commerce and Industry in Islamabad, Sarik said the halal movement has the strength to lead Muslims to rule the global economy as food and other services are basic needs of every human being. ഇത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. ജോർജ്, ഇവിടെ ഒറ്റ വാക്ക് കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ ഈ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായും അവരുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിലും, അത് ക്രൈസ്തവരും മാത്രമല്ല എല്ലാ മതസ്ഥരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നമുക്കറിയാം, കഴിഞ്ഞ 2023 നവംബറിലെ യോഗി ആദിത്യനാഥ് ഹലാൽ സർട്ടിഫിക്കേഷൻ UP-യിൽ നിരോധിച്ചു. ഈ പുറത്തേക്കുള്ള, പ്രത്യേകിച്ച് ഹലാൽ നിർബന്ധമുള്ള ചില പുറം രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടിന് മാത്രമേ ഹലാൽ സർട്ടിഫിക്കേഷൻ അവിടെ കൊടുക്കുന്നുള്ളൂ. ആ ഒരു തീരുമാനത്തോടു കൂടി UP-യിൽ ഇപ്പോൾ ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷണം ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള മുസ്ലിമുകൾക്ക് എന്ത് സംഭവിച്ചു? അവിടെയുള്ള മുസ്ലിമുകൾ സാധാരണ പോലെ അവർക്ക് ഹലാൽ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയും, അവരവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇത് തന്നെയല്ലേ വേണ്ടു? ഇത് തന്നെയല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും വേണ്ടു? എന്തിനെല്ലാത്തിനെയും കൊണ്ട് ഹലാൽ ബ്രാൻഡ് ചെയ്യുന്നു? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിറ്റമിൻ ഗുളിക വാങ്ങിയതാ, അതും ഹലാൽ സർട്ടിഫൈഡ്. എന്താണ് ആ വിറ്റമിൻ ഗുളികയിൽ ഹലാൽ സർട്ടിഫൈഡ്? ഇതിന്റെ പ്രോസസ്സിൽ എല്ലാ മേഖലയിലേക്കും ഒരു വിഭാഗത്തിന് മാത്രം എൻട്രി ലഭിക്കുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യപ്പെടുകയാണ്. ഇത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, എന്തിലും ഏതിലും ഹലാലാക്കാണ്. ഹലാൽ ഓക്കെ, അത് മുസ്ലിമുകൾക്ക് ഓക്കെ, എന്തിനീ സർട്ടിഫിക്കേഷൻ? ഇപ്പൊ നമുക്കറിയാം എല്ലാ ഹോട്ടലുകളും ഹലാലാണ് എങ്കിൽ ഒരു ക്രൈസ്തവനോ ഒരു ഹൈന്ദവനോ ഹലാൽ അല്ലാത്ത ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഓപ്ഷൻ വേണ്ടേ? ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന ഒരു സംസ്ഥാനം എന്ത് ചെയ്യണം? നമുക്കറിയാം, സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടൽസ്. ഇതേപോലെ ഈ ഹലാൽ ഭക്ഷണം വേണ്ടവർക്ക് മാത്രമായിട്ട് അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കുക. അതൊരു വിഭാഗമാണ്, ഒരു മതവിഭാഗമാണ്. അവരിൽ ഒരുപാട് പേർക്ക് ഹലാൽ നിർബന്ധമാണ്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ഭക്ഷണശാലകൾ ഉണ്ടാക്കുക, മറ്റെല്ലാ ഭക്ഷണശാലയിലും ഹലാൽ നീക്കം ചെയ്യുക. അതല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് കാണിക്കേണ്ട മറ്റൊരു നീതിയുണ്ട്. ഈ കഴിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് പറയുന്നതിന് പകരം ഇത് ഇന്ന ദൈവത്തിന്റെ നാമത്തിൽ അറുത്ത ഭക്ഷണം എന്നൊരു ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെ എന്തിനീ പറ്റിക്കണം? അവർക്ക് അപ്പം മനസ്സിലായി ഇത് ഏത് ദൈവത്തിന്റെ പേരിലാണ് അറുത്തിരിക്കുന്നത്, ഈ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ. അവർക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അവരവിടെ പോയി കഴിക്കട്ടെ, കഴിക്കാൻ തോന്നാത്തവരാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം കൂടി ഗവൺമെന്റ് ഒരുക്കണം. ഹലാൽ സർട്ടിഫിക്കേഷൻ ഏറ്റവും മിനിമത്തിൽ അത് ഹലാൽ ഭക്ഷണം വേണ്ടവർക്ക് മാത്രമായി ചുരുക്കി മറ്റുള്ളവരെയും മറ്റു മതസ്ഥരെയും അവരുടെ ബിസിനസ് ചെയ്ത് അവർക്കും ജീവിച്ചു പോകാനും അവരുടെ വിശ്വാസം പാലിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയേ തീരൂ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ തന്നെ ഒരു കാര്യം കൊണ്ടാണ് പറയുന്ന പോലെ ഈ ഹലാൽ ഹോസ്പിറ്റൽസ്, ഹലാൽ ഫ്ലാറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. ഈ ചെന്നൈയിൽ ഒരു ഗ്ലോബൽ ഹെൽത്ത് സിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹലാൽ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഹലാൽ സർട്ടിഫൈഡ് ഹോസ്പിറ്റലായിട്ട് മാറിയത്? ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ ക്യാൻറ്റീനിൽ വിളമ്പുന്ന ഫുഡൊക്കെ ഹലാലാണ്. അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് വരുന്ന മാംസം പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്ലോട്ടർ ഹൗസുകൾ കൃത്യമായിട്ടുള്ള ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ റൂമുകളിൽ മെക്കയുടെ ഡയറക്ഷൻ കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഹലാൽ ഫ്ലാറ്റ് എന്താണ്? ഹലാൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ പറയുന്ന ഇസ്ലാമിക് ലോ അനുശാസിക്കുന്ന രീതിയിലുള്ള ചില ക്രമീകരണങ്ങളാണ് ഈ ഹലാൽ ഫ്ലാറ്റുകളിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിസ്കാര സമയം കൃത്യമായിട്ട് അറിയിക്കുന്ന അലാറം സംവിധാനം, ഒപ്പം തന്നെ അവിടുത്തെ നിസ്കാര മുറികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം സമസ്ത മേഖലകളിലേക്കും ഒരു ഫുഡിൽ നിന്ന് തുടങ്ങിയ ഈ ഹലാൽ വൽക്കരണം സമസ്ത മേഖലകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അതിദയനീയമായിട്ടുള്ള ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്തിന് ഈ മതത്തിൽ അടിസ്ഥാനപ്പെടുത്തി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹലാൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമി ഒരു തരത്തിലും ഭൂഷണമല്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം, അല്ലെങ്കിൽ ഏത് വിശ്വാസം ഫോളോ ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹലാൽ വൽക്കരണം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പൗരന്റെ മൗലിക അവകാശത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഒരു നോൺ ഹലാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു അവകാശം പലപ്പോഴും ഇതര മതവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ഈ ഹലാലിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം, അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നേട്ടം പലപ്പോഴും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത്തരം ഫണ്ടിങ് പോകുന്നു എന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും പല അന്വേഷണ റിപ്പോർട്ടുകളും നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചർച്ചയിൽ ഉടനീളം സൂചിപ്പിച്ചതുപോലെ ഹലാൽ ഫുഡ് കഴിക്കാനുള്ള അവകാശം മുസ്ലിം മതവിശ്വാസികൾക്കുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അത് മാനിക്കുന്നു. ഒപ്പം തന്നെ നോൺ ഹലാൽ ഫുഡ് കഴിക്കാനുള്ള അവകാശവും ഇതര മതവിഭാഗങ്ങൾക്കുണ്ട്. അതിനുള്ള സംവിധാനം ഇവിടുത്തെ ഭരണകൂടം തീർച്ചയായിട്ടും ഉണ്ടാക്കിയേ തീരൂ. എന്താണ് ഹലാൽ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും ഇവിടുത്തെ പൗരന്മാർക്ക് നൽകാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണകൂടം കാണിച്ചേ മതിയാവൂ. ഈ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ച് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ മുന്നിൽ കണ്ടുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ഐക്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, എല്ലാ മതവിഭാഗങ്ങളുടെയും ഒരുപോലെയുള്ള ഒരു വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നല്ലൊരു തീരുമാനം എടുക്കുവാനുള്ള ഒരു നട്ടെല്ല് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഇത്തരം അധിനിവേശ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുറെ കൂടി നല്ല രീതിയിലേക്കുള്ള ഒരു ജാഗ്രതയിലേക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമുദായവും ഹൈന്ദവ സമുദായവും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ഒരു നിലപാട് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.